ഹൈഡ്രോളിക് ജാക്കിയും ഒപ്പം വാട്ടർ ടാങ്കിന്റെ കാരിയറും കിട്ടിയ ഭാഗത്തേക്കാണ് ഈശ്വർ മാൽപ്പെ ഇപ്പോൾ ഇറങ്ങുന്നത്. ഡ്രഡ്ജറും നിർത്തിയിട്ടിരിക്കുന്നത് അതേ ഭാഗത്താണ്. കോൺടാക്ട് പോയിന്റ് 4 അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിലിലേക്കാണ് നീങ്ങുന്നത്. ട്രക്ക് അവിടെയുണ്ടോ എന്നറിയണം. അടിയൊഴുക്ക് ഇപ്പോൾ കുറഞ്ഞിട്ടുള്ളത് അനുകൂല ഘടകമായി മാറുകയാണ്. ഈശ്വർ മാൽപ്പെ ഇതാ പുഴയിലേക്ക് ഇറങ്ങുകയാണ്. ഷിരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈശ്വർ മാൽപ്പെ ഇപ്പോൾ ഓക്സിജൻ ടാങ്കൊക്കെ ഘടിപ്പിച്ച് കഴിഞ്ഞു അഭിലാഷ്. മറ്റ് തെരച്ചിലുകൾ അത് വൈകുകയാണെങ്കിലും ഈശ്വർ മാൽപ്പെ താൻ എന്തിനാണോ വന്നത് അതിനായി ഇറങ്ങാൻ തയ്യാറെടുക്കുന്നു. അവിടെ ഇപ്പോൾ ഈ ഡ്രഡ്ജർ പ്രവർത്തിപ്പിക്കുന്നതിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല അല്ലേ? ആ ഡ്രഡ്ജർ പ്രവർത്തിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം അതിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 8 മണിക്ക് ശേഷം പ്രധാനമായും പുഴയിലെ ജലത്തിൻ്റെ നിരപ്പ് ഉയർന്നു നിൽക്കുന്നുണ്ട്. പ്രധാനമായും ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് സാധാരണഗതിയിൽ ഈ നീരൊഴുക്ക് കുറയുകയും അതോടൊപ്പം തന്നെ വേലിയിറക്ക സാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വലിയ തരത്തിൽ ആ തെരച്ചിൽ നടത്താൻ സാധിക്കുകയും അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയോ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ പുഴയിൽ വെള്ളത്തിൻ്റെ നിരപ്പ് ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഹിറ്റാച്ചി ഉപയോഗിച്ച് ഇവിടെ പരിശോധന നടത്തുക അത്ര എളുപ്പമല്ല. ഒരു പക്ഷേ എങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ ഈ ഭാഗത്തേക്ക് എത്താനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ടഗ് ബോട്ടുകളടക്കം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹിറ്റാച്ചി പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് അല്പസമയങ്ങൾക്കൊക്കെ തന്നെ തെരച്ചിൽ പുനരാരംഭിക്കുന്നു എന്ന് തന്നെയാണ്. ഇന്നലെ പറഞ്ഞിരുന്നത് 8 മണിക്കായിരുന്നെങ്കിൽ പോലും ഈ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ മേഖലയിൽ തെരച്ചിൽ നടത്താനുള്ള ശ്രമം കഴിയില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ നദിയുടെ തീരത്തുള്ള ആ ഭാഗത്ത് കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലേക്ക് പോകുന്നു എന്നും കൂടി വേണം കരുതാൻ. ഏതായാലും എല്ലാവിധ സജ്ജീകരണങ്ങളും ഇതിനൊക്കെ തന്നെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. കാരണം വളരെ കാലത്തെ ഒരു ആവശ്യമായിരുന്നു ഈ ഡ്രഡ്ജർ എത്തിക്കുക എന്നുള്ളത്. ഡ്രഡ്ജർ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി മാത്രമാണ് എത്തിച്ചതെങ്കിൽ പോലും അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ വേഗത്തിൽ. ഇപ്പോൾ നമ്മൾ ഷിരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡ്രഡ്ജിംഗ് വെസൽ പ്രവർത്തിപ്പിക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങളാണ് അവിടെ നടക്കുന്നത്. അർജുനെ കാണാതായി 2 മാസവും 5 ദിവസവും പിന്നിടുന്നു. ഇതാ ഈശ്വർ മാൽപ്പെ ഗംഗാവലി നദിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. റഡാർ എത്തിച്ചുള്ള തെരച്ചിൽ, സോണാർ പരിശോധന ഇതെല്ലാം കടന്ന് ഇപ്പോൾ ഡ്രഡ്ജറും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഗംഗാവാലി നദിയിൽ നേരത്തെ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയ ഭാഗത്തേക്ക് ഈശ്വർ മാൽപ്പെ ഇറങ്ങുകയാണ്. ഡൈവിങ്ങിനായി ഈശ്വർ മാൽപ്പെ ഇറങ്ങുന്നു. എ കെ അഭിലാഷ് നമുക്ക് പോകേണ്ട. എ കെ അഭിലാഷ്, ഈശ്വർ മാൽപ്പെ ഇതാ പുഴയിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അർജുൻ്റെ ട്രക്ക് അവിടെ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പുഴയിലേക്ക് നിരങ്ങി നീങ്ങുന്നത് കണ്ടു എന്ന് ദൃക്സാക്ഷി പറഞ്ഞത് മാത്രമാണ് ആ ട്രക്ക് നേരിട്ട് കണ്ടു എന്നുള്ള നമ്മുടെ മുന്നിലുള്ള ഏക വാചകം. ഇപ്പോൾ സിഗ്നലുകൾ കേന്ദ്രീകരിച്ച് കോൺടാക്ട് നമ്പർ 4 ഈശ്വർ മാൽപ്പയും ഇറങ്ങുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഈശ്വർ മാൽപ്പെ ആദ്യഘട്ടത്തിൽ തന്നെ ആ കയർ കണ്ടെത്തിയ ആ സ്ഥലം അത് തന്നെയാണ്. അത് കേന്ദ്രീകരിച്ച് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ കഴിഞ്ഞ തവണയൊക്കെ അദ്ദേഹം തെരച്ചിൽ നടത്തിയത്. പക്ഷേ അവിടെ വലിയ തരത്തിലുള്ള മരക്കഷ്ണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തെരച്ചിൽ അടിത്തട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തന്നെ ഒരു നിർദ്ദേശം എന്നുള്ള നിലയ്ക്കാണ് ഡ്രഡ്ജർ ഇല്ലാതെ ഇത് നടക്കില്ല എന്ന് പറഞ്ഞും കഴിഞ്ഞ പ്രാവശ്യം ഈ ദൗത്യം അവസാനിപ്പിക്കുകയോ ചെയ്തത്. ഏതായാലും അദ്ദേഹം ആ സ്പോട്ട് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള തെരച്ചിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. അദ്ദേഹം ശ്വസന സംബന്ധമായ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പുഴയിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 6 മണിക്ക് ഇവിടെ എത്തിയെങ്കിൽ പോലും അദ്ദേഹത്തിന് അനുമതി ലഭിക്കാത്തതോടുകൂടിയാണ് അദ്ദേഹത്തിന് പുഴയിലേക്ക് ഇറങ്ങാൻ കഴിയാതെ പോയത്. ഏതായാലും ഇപ്പോൾ അദ്ദേഹം പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് അദ്ദേഹത്തിന് വാക്കാലുള്ള ഒരു അനുമതി ലഭ്യമാകുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം പുഴയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ കോൺടാക്ട് പോയിന്റ് 4 എന്ന് പറയുന്ന ആ പോയിന്റ് കേന്ദ്രീകരിച്ചുള്ള ഒരു പുഴയ്ക്കടിയിലുള്ള ഒരു പരിശോധനയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവുക എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിനനുസൃതമായി തന്നെ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കുകയും അതോടൊപ്പം തന്നെ പുഴയുടെ അടിത്തട്ടിലുള്ള മരങ്ങളൊക്കെ നീക്കിക്കൊണ്ട് അദ്ദേഹത്തിന് സൗകര്യമൊരുക്കിക്കൊണ്ടുള്ള ഒരു തെരച്ചിലേക്കായിരിക്കും പോവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വളരെ നിർണായകമായ ഒരു ദിവസം തന്നെയാണ്. കാരണം ഈ ട്രക്ക് ഏതാണ്ട് ഇവിടെ തന്നെ ഉണ്ട് എന്ന് ഒരു നിഗമനത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. കാരണം ട്രക്കിൻ്റെ പല ഭാഗങ്ങൾ ഈ മേഖലയിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ച് വളരെ സൂക്ഷ്മമായുള്ള ഒരു തെരച്ചിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. അർജുൻ്റെ ഒരു ശേഷിപ്പെങ്കിലും ട്രക്കിൻ്റെ ചില ഭാഗങ്ങളെങ്കിലും ഇവിടുന്ന് കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ ഘട്ടത്തിലുള്ളത്. ഏതായാലും ഇപ്പോൾ ഡ്രഡ്ജിംഗ് പ്രവർത്തികൾ പുനരാരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ഈ കോൺടാക്ട് പോയിന്റ് 4 എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 15-20 മീറ്റർ താഴോട്ട് മാറിയിട്ടാണ് ഇപ്പോൾ ആ ഭാഗത്തുള്ള മണ്ണ് നീക്കുന്ന ഒരു പ്രവൃത്തി നടക്കുന്നത്. പ്രധാനമായും അവിടെ അടിത്തട്ടിലുള്ള ചില സാധനങ്ങളൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ മുകളിലേക്ക് അതിൻ്റെ ഭാഗമായി പരിശോധന നീട്ടിക്കൊണ്ടുവരാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഭാഗം കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നത്. ഏതായാലും ടഗ് ബോട്ടുകളൊക്കെ ഈ ഡ്രഡ്ജറിനെ നിയന്ത്രിച്ചുകൊണ്ട് പിൻവശത്തുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാരുന്ന മണ്ണ് മാന്താനുള്ള മറ്റൊരു വെസൽ കൂടി സമീപത്തുണ്ട്. ആ വെസലിലേക്ക് ഇപ്പോൾ കോരുന്ന ഈ മണ്ണ് അതിലേക്ക് നീക്കം ചെയ്യുകയും ചെയ്യാണ്. ഇതിൽ വരുന്ന മണ്ണ് ഈ
ഈ മറ്റുള്ള സാധനങ്ങളൊക്കെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി മാറ്റുകയായിരിക്കും ചെയ്യുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ ഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പയ്ക്ക് മാർഗ്ഗനിർദ്ദേശങ്ങളുമായി അദ്ദേഹത്തിൻ്റെ സംഘാംഗങ്ങളും ഒപ്പമുണ്ട്. കാരണം കയറൊക്കെ നൽകിക്കൊണ്ട് വളരെ സുരക്ഷിതമായുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പുഴയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങുന്നത്.